ഹായ് ഫ്രണ്ട്സ്, കെം മാസ്റ്റർ യൂട്യൂബ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ സ്വാഗതം. എൻ്റെ പേര് കമാൽ കെ എം, കടയിരിപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് കൈകാര്യം ചെയ്തിരുന്നത് FB ലൈവ് ആയിട്ടായിരുന്നു ക്ലാസ് കൈകാര്യം ചെയ്തത്. ഇനി മുതൽ കെം മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് കെമിസ്ട്രിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങളെല്ലാവരും കെം മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിൽ കയറി അത് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസുകൾ കാണുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കെം മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് രസാന്തരത്തിലെ കെമിസ്ട്രിയുടെ 10ാം ക്ലാസ്സിൽ 2ാമത്തെ അധ്യായത്തിലെ മോൾ സങ്കല്പനം, മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. പാഠഭാഗത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് രസാന്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രസാന്തരത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് മോൾ സങ്കല്പം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വ്യത്യസ്തങ്ങളായ പദാർത്ഥങ്ങളും വസ്തുക്കളും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കുന്നതിന്, അതെല്ലാം അറിയുന്നതിന്, അതിന് അളവ്, നമ്മളെ കടലിൽ കളയാണെങ്കിലും ആറ്റിൽ കളയാണെങ്കിലും അളന്ന് കളയണമെന്ന് പണ്ടുപോലെ നമ്മൾ പറയാറ്. എല്ലാത്തിനും ഓരോ അളവുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ബൈ സം ഷുഗർ ഫ്രം എ ഷോപ്പ്, then we will demand 1 kilogram of sugar instead 1 meter sugar. Why? Because kilogram is the basic unit to measure the quantity of sugar and and sugar type materials present in our universe. നമ്മുടെ ഭൂലോകത്തുള്ള പഞ്ചസാര പോലുള്ള വസ്തുക്കൾ അളക്കുന്നതിന് വേണ്ടി അതിന്റെ അളവായിട്ട് ഇതിന്റെ യൂണിറ്റായി നമ്മൾ ഉപയോഗിക്കുന്നത് കിലോഗ്രാമാണ് അല്ലെങ്കിൽ ഗ്രാമാണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു buy some textiles from a textile shop, then അങ്ങനെ ഒരു തുണിക്കടയിൽ നിന്ന് നമുക്ക് തുണി വാങ്ങണമെങ്കിൽ we will demand, that is, we need 1 meter or 2 meter textile shirtings instead of 1 liter shirt. Why? Because there we are using to measure the length by measuring the length of the textiles instead of measuring the weight. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് വേറെയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ യൂണിറ്റുകളുണ്ട്. ഇൻ ദി കേസ് ഓഫ് ചപ്പൽ വി ആർ in pair, and in the case of paper we will get say that 140 square, and then dozen. These are the units we are using handling the substance or measuring the quality and quantity of the substance. വസ്തുക്കളുടെ അളവ് അറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. And when we come to chemistry, നമ്മൾ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, then what is the thing? Which all materials we are handling here? നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം. ദാറ്റ് ഈസ് എസ്പെഷ്യലി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റങ്ങളും തന്മാത്രകളുമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ദീസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ നോട്ട് വിസിബിൾ വിത്ത് അവർ നേക്കഡ് ഐ. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല ആറ്റത്തെ തന്മാത്ര. ദേ ആർ വെരി ടൈനി, വെരി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. യു നോ ദാറ്റ്. അതിസൂക്ഷ്മവും വിഭജിക്കാനാവാത്തതുമായ കണികകളാണ്. So we cannot see that. Then how can we measure it? And we know that each and every substance that we are handling in our universe is a product of chemical reaction. ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും. നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെ, വസ്ത്രം ഉൾപ്പെടെ എന്ത് വസ്തുക്കൾ നമ്മൾ എടുത്താലും ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അവയെല്ലാം തന്നെ ഒരു രാസപ്രവർത്തനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ആൻഡ് ദീസ് കെമിക്കൽ റിയാക്ഷൻസ് are taking place by using chemicals. രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവയെല്ലാം നടത്തുന്നത്. And these chemicals are precious and valuable. Some chemicals are importing from other nation. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നതാണ്. So while handling this chemical reaction, we have to know the quantity, how much quantity of reactants and products are required for these reactions. Chemical reaction എത്ര എമൗണ്ട് വസ്തുക്കൾ വേണമെന്നതിനെ പറ്റി നമുക്ക് ഒരു അറിവുണ്ടാകും. സോ then suppose and so we have to
in mole concept, ഈ മോൾ സങ്കല്പനത്തിൽ നമ്മൾ അതിനെ പറ്റിയാണ് പറയുന്നത്. രാസവസ്തുക്കളെ, ആറ്റങ്ങളെയും തന്മാത്രകളെയൊക്കെ എങ്ങനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും, എങ്ങനെ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും. ഹൗ ക്യാൻ ബി വെയ് ആൻഡ് കൗണ്ട് ദി നമ്പർ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് വിച്ച് ആർ ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനം പങ്കെടുക്കുന്ന ആറ്റങ്ങളെയും തന്മാത്രകളെയും ഒക്കെ നമുക്ക് എണ്ണിയും തൂക്കിയും എങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ ആക്ടിവിറ്റി ഫോർ യു പീപ്പിൾ. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ടു കെമിക്കൽ ഇക്വേഷൻസ്. രണ്ട് രാസപ്രവർത്തനങ്ങളുടെ കെമിക്കൽ ഇക്വേഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ വി ക്യാൻ സീ ദാറ്റ് H and H means H2 plus Cl2 gives HCl, 2 molecules of HCl. That is 1 molecule of hydrogen, 1 molecule of another chlorine. You will get 2 molecule of hydrogen chloride. ഒരു ഹൈഡ്രജൻ തന്മാത്രയും ഒരു ക്ലോറിൻ തന്മാത്രയും പ്രവർത്തിച്ച് 2 ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്ര ഉണ്ടാവും. ഇവിടെ നോക്കുക, ഇവിടെ എത്ര ലുക്ക് അറ്റ് ദി സെക്കൻഡ് റിയാക്ഷൻ. ദാറ്റ് ഈസ് 4 hydrogen atom. 4 hydrogen atom means how many hydrogen molecules? You know that 2 hydrogen molecules. And 2 chlorine atom, that means 1 chlorine molecules. 2 hydrogen molecules react with 1 chlorine molecule. And here you know that 1 hydrogen atom require how many chlorine atom? 1 chlorine atom to form HCl. And another hydrogen also combined with the second chlorine to form HCl. Then remaining 2 hydrogen atom. So 1 hydrogen molecule is left behind without undergoing any chemical reaction. രാസപ്രവർത്തനം നടക്കാതെ അവികാരകമായ ഹൈഡ്രജൻ എന്ത് ചെയ്തു, അവശേഷിച്ചതായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അത് വെച്ചിട്ടുള്ള ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അതൊന്ന് വായിച്ചു നോക്കാം. ഐഡന്റിഫൈ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇതിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഏതായിരിക്കും? നമുക്കറിയാം ഏതായിരിക്കും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? വാട്ട് ഈസ് ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് the number of reactant molecules and product molecules are balanced or equalized. അവികാരക തന്മാത്രകളുടെ എണ്ണവും ഉൽപ്പന്ന തന്മാത്രകളുടെ എണ്ണവും തുല്യമായ രാസസമവാക്യത്തെയാണ് നമ്മൾ സമീകൃത സമവാക്യം എന്ന് പറയുന്നത്. അവിടെ അവികാരങ്ങൾ എന്താണ്, രാസപ്രവർത്തനം നടക്കാതെ അവശേഷിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഏതാണ് രാസപ്രവർത്തനം നടക്കാതെ അവശേഷിക്കുന്നത്? നമുക്കറിയാം ഏതായിരിക്കും അത്? എ എന്ന് പറഞ്ഞ രാസപ്രവർത്തനം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. നമ്മുടെ സമീകരിച്ച രാസസമവാക്യം കണ്ടുപിടിക്കുക. അത് ഏതാണെന്ന് നോക്കുക, രാസപ്രവർത്തനം ഏതാണെന്ന് നോക്കുക. എന്തുകൊണ്ട്? നമുക്ക് പറയാം അവികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും തന്മാത്രകളുടെ എണ്ണം തുല്യമായതുകൊണ്ട് എ എന്ന് പറയുന്നതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ആൻഡ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് ആർ ഈക്വൽ. Then identify the sufficient reactant molecule in the unbalanced chemical. ഇവിടെ unbalanced chemical equation. ഏതാണ് unbalanced chemical equation? That is unbalanced chemical equation. That is B. B ആണ് unbalanced chemical equation. And in this B unbalanced chemical equation, we can see that which is left behind. ഏതാണ് അവശേഷിച്ചിട്ടുള്ളത്? Without undergoing chemical reaction. രാസപ്രവർത്തനം നടക്കാതെ അവശേഷിച്ചിട്ടുള്ളത് ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ക്ലോറിൻ ഉണ്ടെങ്കിൽ, ഹൗ മെനി ക്ലോറിൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കമ്പൈൻ ഫോർ ദ കംപ്ലീറ്റ് റിയാക്ഷൻ? രാസപ്രവർത്തനം പൂർത്തിയാകണമെങ്കിൽ എത്ര ക്ലോറിൻ മോളിക്യൂൾസ് കൂടി വേണം? എത്ര ക്ലോറിൻ മോളിക്യൂൾസ് കൂടി വേണം? നോ ഡൗട്ട് നമുക്ക് ഇവിടെ അറിയാം 1 ഹൈഡ്രജൻ ആറ്റം 1 ക്ലോറിൻ ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ 2 ക്ലോറിൻ ആറ്റംസ് വേണം. ഓർ 1 ക്ലോറിൻ മോളിക്യൂൾ ഈസ് റിക്വയർഡ്. ഒരു ക്ലോറിൻ തന്മാത്ര first one, that is H2 plus Cl2. H2 plus Cl2, we will get 2 HCl. Okay. Then second one, that is how many hydrogen molecules there? You know that 2 hydrogen molecules or 4 hydrogen atom plus 1 chlorine molecule we will get. And if 2 chlorine molecule, these chlorine molecule need only 2 hydrogen atom. 2 hydrogen atom ആവശ്യമുള്ളൂ. Therefore 2 HCl will be formed and remaining 1 H2 molecule.
അങ്ങനെയാണെങ്കിൽ ഈ 3 molecules ഓഫ് chlorine ഈസ് അണ്ടർഗോയിങ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് എങ്കിൽ എന്തായിരിക്കും, എത്ര ഹൈഡ്രജൻ വേണം? നമുക്ക് 3 chlorine molecules ആണെങ്കിൽ നോ ഡൗട്ട് 3 HCl ആണ് ഉണ്ടാവുക. 3 HCl ഉണ്ടാകണമെങ്കിൽ എത്ര, സോറി 3 chlorine molecules ആണെങ്കിൽ എത്ര തന്നെ ആറ്റം വേണം? 3 chlorine ആണെങ്കിൽ 6 chlorine ആറ്റം, 6 chlorine ആറ്റം ആണുള്ളത്. 6 chlorine ആറ്റത്തിന് എത്ര എണ്ണം വേണം? 6 ഹൈഡ്രജൻ വേണ്ടേ? Therefore 3H2 gives how many HCl? 6 HCl. So if 3 molecules of chlorine are used, ഈ രാസപ്രവർത്തനത്തിൽ 3 ക്ലോറിൻ തന്മാത്രകൾ പങ്കെടുക്കുന്നുവെങ്കിൽ എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? 3 hydrogen molecules or 6 hydrogen atoms are required. അതാണ് we can see here 3H2 plus 3Cl2 gives 6 HCl. Okay, so next their answer is there. You can see that answer. Chemical reaction A is balanced. Number of atoms of reactants and products molecules are equal. Therefore, it is chlorine molecule. 1 chlorine molecule or 2 chlorine atoms are required, and their chemical equation unbalanced chemical equations are there. 3 molecules of hydrogen are required, or 6 hydrogen atoms are required. So another important thing that we have to discuss, the same thing that is given here, and this is an activity that you have to complete in your notebook, and I will not explain this here. You can see very easily to complete this table. And the second table, when we have a look on it, what is the ratio between these? Some chemical equations are given there. കുറച്ച് രാസപ്രവർത്തനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. H2 plus Cl2 gives 2HCl, N2 plus 3H2 gives 2NH3, and 2H2 plus O2 gives 2H2O, and 2Mg plus O2 gives 2MgO. Then we have to find out what is the ratio between them. Then two chemical equations നമുക്കൊന്ന് എഴുതി നോക്കാം. This H2 plus Cl2. H2 plus Cl2 gives 2HCl. Then how many molecules of hydrogen? ഒരു ഹൈഡ്രജൻ തന്മാത്ര or hydrogen molecule. ഒരു ക്ലോറിൻ തന്മാത്ര or chlorine molecule gives 2 HCl തന്മാത്ര. 2 HCl തന്മാത്രയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ what is the ratio? We can write the ratio as of reactant, അഭികാരക തന്മാത്രകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:1 ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. Then N2 plus 3H2 gives 2NH3. ഇവിടെ നമ്മൾ നോക്കിയാൽ what will be 1 nitrogen molecule or tanmatra, 3 hydrogen molecule, that means tanmatra. Then what is the ratio? Ratio of the reactant molecule is 1:2. So that is similarly 2:1. 2:1 in the formation of water and the magnesium oxide 2:1 reactant molecules. So we can see that there is a ratio between the reactant molecules and the product molecules. Reactant molecules. So product molecules തമ്മിൽ ഒരു ratio ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. That means while happening a chemical reaction, this chemical reaction is happening with a peculiar ratio. ഒരു പ്രത്യേക അംശബന്ധത്തിൽ അഭികാരങ്ങളും റിയാക്ടൻസും ചേർന്നിട്ടാണ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. അഭികാരങ്ങൾ ചേർന്നിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ വെറുതെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഈ അഭികാരങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അംശബന്ധത്തിന് കൂടുതലുള്ള അഭികാരങ്ങൾ എന്ത് ചെയ്യും? രാസപ്രവർത്തനപ്പെടാതെ അവശേഷിക്കും.
പിന്നെ അവ ഉപയോഗശൂന്യമാവും. ദാറ്റ് വിൽ ബിക്കം വേസ്റ്റ്. അപ്പോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വേസ്റ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് ദി റേഷ്യോ ആൻഡ് how much molecules of reactants are required for a particular reaction. In this small concept, this thing is we are discussing 1 lakh rupees of 1 rupee coin. 1 ലക്ഷം രൂപയുടെ 1 രൂപ കോയിൻ നാണയങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്നത്. Then how can we measure it? അതിനാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. It is very easy for us. By taking what is the by finding the mass of weight of 1 rupee coin. And if the weight of 1 rupee coin നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ 1 lakh rupees കോയിന്റെ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ സപ്പോസ് 1 rupee coin weighs is equal to 1 rupees coin. Suppose that is weighing 5 gram. Then how much is the 10 rupee? 10 rupee will be 50 gram. 50 gram of 1 rupee coin is equal to this 10 rupees. Then that is 100 rupees. Then half kilogram. And 1000 rupees. Then that will be 1 kilogram of 1 coin. And 10,000 rupees. Then that is 10 kilogram. And 1 lakh rupees. That is 100 kilogram. Thus, we can easily calculate. Why it is possible? Because there is a relationship between the number and mass of substance. Having if there is a ratio in the number and mass, then there will be a relation. It is very easy. Easy ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ നമുക്ക് in the same size and mass. പാർട്ടിക്കിൾസിന് ഒരേ സൈസും മാസും ആണെങ്കിൽ ഈവൻ ദോ ദേ ആർ ഇൻ ക്രോർസ്, അവർക്ക് കോടികളുടെ ഇതുണ്ടെങ്കിൽ വി ക്യാൻ ഡിറ്റർമിൻ ദെയർ ആക്യുറേറ്റ് നമ്പർ ഓൺ ദി ബേസിസ് ഓഫ് മാസ്. തികച്ചും ഒരുപോലുള്ള കണങ്ങളാണെങ്കിൽ കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും അവയുടെ മാസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോ അത് നമുക്ക് ഒരു മുന്തിരിയുടെയും ആപ്പിളിന്റെയും മെഷർമെന്റ് നോക്കി നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുന്തിരി ആൻഡ് ആപ്പിൾ. So that is 1 grape. ഒരു മുന്തിരി. Suppose 1 grape is 10 gram. ഒരു ഗ്രേപ്പ് 10 gram ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ one ആപ്പിൾ, ഒരു ആപ്പിൾ അതിന്റെ 12 മടങ്ങാണ് അതിന്റെ ഭാരം. 12 into 10 then 120 gram. അങ്ങനെയാണെങ്കിൽ 120 ഗ്രാം ഗ്രേപ്പ്, 120 ഗ്രാം ഗ്രേപ്പ് മുന്തിരി എത്രയായിരിക്കും? എത്ര എണ്ണം ഉണ്ടാവും? ഒരെണ്ണാണ് 10 ഗ്രാം ആണ് ഒരു മുന്തിരി. അപ്പൊ എത്ര ഉണ്ടാവും? 12 എണ്ണം ഉണ്ടാവും. 12 12 numbers. ഓക്കെ. അങ്ങനെയാണ് 12 ആപ്പിൾ എത്ര ഗ്രാം ആയിരിക്കും? 12 ആപ്പിൾ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആയിരിക്കും? ഒരു ആപ്പിൾ 120 ഗ്രാം ആണ്. അപ്പൊ 120 into 12 that is 1440 gram. That is 1.44 gram കിലോഗ്രാം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ 12 ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു കിറ്റിൽ എടുക്കേണ്ടി വരും. എന്നാൽ 12 മുന്തിരി എന്ന് പറഞ്ഞാലോ അത് 120 ഗ്രാമേ ഉള്ളൂ. നമുക്കൊരു ചെറിയ പൊതി കിട്ടിയത്. ബട്ട് നമ്പർ ഈസ് ഈക്വൽ, മാസ് ഈസ് ഡിഫറെന്റ്. ഇഫ് മാസ് ഈസ് സെയിം
then number will become different. മാസ് സെയിം ആണെങ്കിൽ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോ നമുക്കറിയാം, ഇപ്പോ മുന്തിരി 12 മുന്തിരി എടുത്താൽ 12 ആപ്പിൾ എടുത്താൽ ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? 12 മുന്തിരി ആയിരിക്കോ 12 ആപ്പിൾ ആയിരിക്കോ? 12 ആപ്പിൾ ആയിരിക്കും. കാരണം എന്താണ്? മാസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, 12 മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഒരു മുന്തിരി 10 ഉള്ളൂ, 120 ഗ്രാമേ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് ഈ പറഞ്ഞ ഒരേപോലെയുള്ള കണങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അവ രണ്ടെണ്ണം തമ്മില്, 2 മാസുകൾ തമ്മില് എന്താണ് ഒരു പ്രത്യേകമായ ഒരു ബന്ധമുണ്ടെങ്കിൽ അവയുടെ എണ്ണങ്ങൾ തമ്മിലും ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇഫ് ദി നമ്പർ ആൻഡ് മാസ്, number of a substance is as a ratio, then their mass will also have a ratio. നമ്പർ അനുസരിച്ച് മാസിനും ഒരു റേഷ്യോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ റിലേറ്റീവ് അറ്റോമിക് മാസ്, എക്സാമ്പിൾ ഓഫ് റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക മാസ് എന്താണ് എന്ന് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്കറിയാം, സപ്പോസ് വി വാണ്ട് ടു ബൈ സം വെജിറ്റബിൾസ്, പച്ചക്കറി വാങ്ങണമെന്ന് വിചാരിക്കാം. റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ മാസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് വെജിറ്റബിൾ? 1 കിലോഗ്രാം വെജിറ്റബിൾ പച്ചക്കറി നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ 1 കിലോഗ്രാമിന്റെ കട്ടി ഉണ്ടാവും, 1 കിലോഗ്രാം വെയിറ്റ്. അതിന്റെ ഇപ്പുറം വശത്ത് നമ്മൾ 1 കിലോഗ്രാം പച്ചക്കറി വെച്ച് ദെൻ ബോത്ത് സൈഡ്സ് ഇക്വിലിബ്രിയം, 2 വശം തുല്യമാക്കി കഴിഞ്ഞാൽ അത് 1 കിലോയാണെന്ന് നമുക്ക് പറയും. So the mass of vegetable 1 kilogram. So we can say that mass of vegetable is relative with compared to the 1 kilogram weight. 1 kilogram weight ni equal ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. So this 1 kilogram weight is called a standard unit. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് standard unit എന്ന് പറയും. ഇനി the mass of vegetables, so we can say that mass of vegetables are relative with 1 kilogram standard unit. ഈ standard unit ആപേക്ഷികമാണ്. Then can we find the mass of atom? ആറ്റത്തിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. It is very, so hydrogen is a smallest atom. Mass finding atom is very difficult. Why? You cannot find the mass of an atom because atom is very small. വളരെ ചെറുതാണ് atom. Then how can we find the mass of an atom? Then suppose the mass of carbon atom is 12. You know that mass of carbon atom is 12. Because carbon contain how many protons and how many neutrons? എത്ര പ്രോട്ടോൺ എത്ര ന്യൂട്രോൺ ഉണ്ട്? 6 protons and 6 neutrons. Therefore mass number of carbon is 12. Then how can we find out the mass? That is a method that we are using the balance. ഒരു balance ഉപയോഗിച്ച്, so we put a carbon atom here suppose, and if we put another carbon atom here, then it will become equilibrium. ഇത് ബാലൻസിലായിരിക്കും, സന്തുലിതമാവും. So we can say that mass number of carbon is 12. And mass number of carbon is 12, then it will become equal. Suppose this another side, this mass of the carbon is equally divided into 12 units. 12 യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? Then we can see that the mass is related to the mass of these 12 units. ഈ 12 യൂണിറ്റുമായിട്ട് ആപേക്ഷികമാണെന്ന് പറയാം. Mass number is 12. So this is related, mass of this carbon 12 is related to the mass of the 12 unit of this carbon atom. ഈ കാർബൺ ആറ്റത്തിന്റെ 12 ഈക്വൽ യൂണിറ്റ്, തുല്യ ഭാഗങ്ങളോട് തുല്യമാണ് ഈ കാർബൺ ആറ്റത്തിന്റെ മാസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ കാർബൺ ആറ്റം, ഈ മാസ് ഓഫ് കാർബൺ ആറ്റം ഈസ് 12 യൂണിറ്റ്. 12 യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ദീസ് 12 യൂണിറ്റ്സ്, ദിസ് ഈസ് ദി 12 യൂണിറ്റ്സ്, ആൻഡ് we can say that this is a standard. So mass of one carbon atom is 12 units, and this is 1/12 part, and this is the standard unit that we are using to calculate the mass of this carbon 12. Then for example another, if oxygen, and if we put a carbon atom here, 12 units of carbon, then we can see that this is very heavy. Oxygen is heavier than carbon. And if we add 4 more carbon units, then 4 carbon unit കൂടി അവിടെ ആഡ് ചെയ്തു,
then we can say that it will become equal. The equivalent. So mass of one oxygen atom is 16 unit. അത് 16 യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി mass of one oxygen atom is 16 units. Similarly, sodium, then 23 carbon units. Then units, then we can say it will become balanced, then 23 units. And when we put another nitrogen, then we can see that 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 units. When we add there, it will become balanced. 14 എണ്ണം ചേർത്ത് ചെയ്യുമ്പോൾ ഇത് സന്തുലിതമാവും. അപ്പൊ നമുക്ക് 14 യൂണിറ്റ് ആണെന്ന് പറയാം. അപ്പോൾ mass of one oxygen atom is 16 units. Mass of sodium is 23 units. Mass of one nitrogen atom is 14 units. So relative atomic mass of oxygen, that is 16 unit, and relative atomic mass of sodium, ആപേക്ഷിക അറ്റോമിക് മാസ് സോഡിയത്തിന് ആപേക്ഷിക അറ്റോമിക് മാസ് 23 ആണെന്ന് പറയാം. റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് 14, അത് 14 ആണെന്ന് പറയാം. 14. ഓക്കെ, സോ വി ക്യാൻ സീ ദാറ്റ് ദാറ്റ് ഈസ് റിലേറ്റീവ്, ആപേക്ഷികം, ഒന്നിനോട് ബന്ധപ്പെടുത്തി പറയുന്നു, അതാണ് റിലേറ്റീവ്. ദെൻ അറ്റോമിക് മാസ് യൂണിറ്റ്, എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് നോക്കാം. AMU, atomic mass unit, that is carbon, then 12 equal parts, then mass of carbon is 12 units, you know that. And then another thing, this carbon and equal part of carbon, that is balanced here, and this is 1 unit, 1 AMU, this is 1 unit, so 1 by 12, another way we can say that 1 by 12, that is 1 AMU, 1 atomic mass unit, that is 12 atomic mass unit. 1 atomic mass, single unit of carbon, that is called a 1 atomic mass unit. Then that is 1 AMU. Then carbon, how many single unit of carbon is required for a carbon atom? 12 single unit of carbon is required, that is 12 AMU. That is 1 AMU is 1 by 12 part of a carbon. ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബണിന്റെ 12 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാസ് ഓഫ് കാർബൺ 12 യൂണിറ്റ് ആണ്. ദെൻ 1 AMU ഈസ് ഈക്വൽ ടു 1 by 12 പാർട്ട് ഓഫ് കാർബൺ ആറ്റം. ദെൻ കിലോഗ്രാം യൂണിറ്റ് ഓഫ് മാസ്. അതുപോലെ 1 AMU ഈസ് ദി സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 AMU ആണ് എന്ന് മനസ്സിലാക്കാം. സോ റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് one oxygen atom is 16 units, means 16 AMU. Okay, 16 and then that is 23, that is relative atomic mass of this sodium, 16 AMU, and similarly sodium, that is 23 AMU. We can see that 1 unit, and here 14, that is 14 AMU. 14 AMU എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, then another. So you instead of AMU we are using U. U means unified mass. നെയാണ് നമ്മൾ എന്താ പറയുന്നത്, യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. So the unified mass of helium is 4U എന്ന് നമ്മൾ പറയുന്നു. So this is relative atomic മാസ്. അപ്പോൾ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആപേക്ഷികം, ഒന്നിനോട് ബന്ധപ്പെടുത്തി പറയാം. സോ ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് റിലേറ്റീവ്ലി സ്റ്റേറ്റ് ആസ് മാസ് ഓഫ് 1 by 12 ഓഫ് കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിന്റെ 12 എന്ന് പറയുന്നതിന്റെ ഹൗ മെനി ടൈപ്സ്, എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അറ്റോമിക് മാസ് 1, ഹീലിയം അറ്റോമിക് മാസ് 4, then sodium atomic mass 23. Then what is the relative atomic mass? Find the accurate mass of minute particles through the modern technique. Now, for example, the mass of hydrogen atom is 1.67 in 10 raised to minus 24 gram. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.67 into എന്താണ് 10 raised to minus 24 gram ആണ്. It is
സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് റിലേറ്റീവ് മാസ്. റിലേറ്റീവ് മാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ്സ് ഹെവിയർ ദാൻ ദ അതർ ആറ്റം. അപ്പൊ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ഒരു ബോർഡ് വർക്ക് കൂടി ചെയ്താൽ എന്ന് പറഞ്ഞാൽ 1/12 the mass of one carbon atom. നമ്മൾ പറഞ്ഞു ഒരു കാർബൺ ആറ്റത്തിന്റെ 12 നമ്മൾ 1 AMU എന്ന് പറയും. ആൻഡ് സപ്പോസ് ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് ആറ്റം. അപ്പോൾ അസ്യൂമിംഗ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ ആസ് 1 AMU, ഹൈഡ്രജന്റെ മാസ് 1 AMU ആയിട്ട് മനസ്സിലാക്കുന്നു. 1 AMU. അപ്പോ എന്തായാലും 1 AMU എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1 ടൈംസ് 1 into 1/12 the mass of 1 carbon atom. That is mass of hydrogen. മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബൺ ആറ്റത്തിന്റെ 12 1 ടൈംസ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1 into 1 AMU. ദാറ്റ് ഈസ് മാസ് ഓഫ് hydrogen atom is 1 AMU. Okay. And that is mass of one hydrogen atom is 1 AMU. അങ്ങനെയാണ് ഈ കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് 1 കാർബൺ ആറ്റം, കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? 12 ആണ്. അപ്പൊ 12 into 1/12 the mass of 1 carbon atom. That is 12 into 1 AMU. That is 12 AMU. Similarly, the mass of 1 sodium. Mass of 1 sodium atom. എന്തായിരിക്കും? What is the atomic mass of sodium? Atomic mass of sodium is 23. 23 into 1/12 the mass of 1 carbon atom. That is 23 into 1 AMU. 23 into 1 AMU. That is 23 AMU. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാർബൺ 12 ആറ്റത്തിന്റെ അപ്പോ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ 12 ആയിരിക്കും. അതിനെ നമ്മൾ ഒരു AMU എന്ന് പറയുന്നു. ഏറ്റവും മാസ് കുറഞ്ഞ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ മാസ് 12 കാർബണിന്റെ 12 ആണ്. കാർബൺ ആറ്റത്തിന്റെ മാസിന് 12 തുല്യ ഭാഗങ്ങളായിട്ട് വരും. ദ മാസ് ഓഫ് കാർബൺ ആറ്റം ഈസ് ഈക്വലി ഡിവൈഡഡ് ഇൻടു 12 യൂണിറ്റ്സ്. And 1/12 unit is considered as 1 AMU, and that 1 AMU is equal to the mass of 1 hydrogen atom, 1 AMU. Okay. Appo adu vechittu nammal then we can see that mass of sodium, that is 23. What do you mean by that? 23 times to the 1/12 the mass of 1 carbon atom, that is 23 into 1 AMU, that is 23 AMU. That is the relative atomic mass. ഇന്ന് ഈ റിലേറ്റീവ് അറ്റോമിക് മാസിനെ പറ്റിയും അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിലുള്ള റേഷ്യോ പറ്റിയുമാണ് നമ്മൾ സംസാരിച്ചത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഈ ക്ലാസ്സിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ന് ഇവിടെ പറയുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.